തിരുവനന്തപുരം രാജധാനിയിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പഞ്ചാബ് മോണ്ടേഴ്സിന്റെ സെക്കൻഡ് എപ്പിസോഡ്. നമ്മളിപ്പോൾ ഉള്ളത് മഡ്ഗാവ് ജംഗ്ഷനാണ്. മഡ്ഗാവിൽ നിന്ന് നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനിയുടെ സെക്കൻഡ് AC-യിലാണ്. AC 2 ടയറിലാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഒരു 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇവിടെ മഡ്ഗാവ് എത്തിയിരിക്കുകയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ രാജധാനിനെ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ നയിക്കുന്ന ലോക്കോ. ഭുസാവൽ ഷെഡിന്റെ ഒരു WP4 ആണ് കേട്ടോ. ഇതിന്റെ പെയിന്റ് ഒക്കെ പോയി നരച്ച ഒരൈറ്റമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ രാജധാനിക്ക് 2 ഫസ്റ്റ് ക്ലാസ് AC ഉണ്ട് കേട്ടോ. അതായത് ഈ നമ്മുടെ രാജധാനി, സെക്കന്ദരാബാദ് രാജധാനി, തമിഴ്നാട് പോകുന്ന ചെന്നൈ രാജധാനി, ഗോവ രാജധാനി, അങ്ങനെ 4 ട്രെയിനുകൾക്ക് ഇപ്പോൾ 2 ഫസ്റ്റ് AC ഇവർ കൊടുത്തിട്ടുണ്ട്. നോർത്തേൺ റെയിൽവേ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് H2, H1, പിന്നെ 5 2 ടയറാണ് നമ്മുടെ വണ്ടിക്കുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം 3 ടയറാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു യാത്രയാണ് ഈ തിരുവനന്തപുരത്ത് നിസാമുദ്ദീൻ വരെ രാജധാനിയിൽ പോകുന്നത്. അപ്പോൾ അതിപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒട്ടും മീറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തൊന്നുമല്ല ഈ വണ്ടി. ഭയങ്കര മെയിൻ്റനൻസ് മോശമാണ്, ഫുഡ് മോശമാണ്. വെറും പേര് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പേരും പിന്നെ വേഗം എത്തും, ആ ഒരു റീസൺ മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല, ലക്ഷറിയോ പണ്ടത്തെ ആ ഒരു ഇതൊന്നുമില്ല. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്ന സമയം 10:48 ഞാൻ രാജധാനിയിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് കമൻറ്റ് ഇട്ട് മോശം അനുഭവമാണ്, 3rd AC-യിൽ ഡൽഹി വരെ പോയിട്ട് വന്ന് മോശം അനുഭവമാണ്, മോശം ഫുഡാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ ഇനി 1:55 അടുത്ത സ്റ്റോപ്പ് രത്നഗിരി. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുമായിരിക്കും, കാരണം ക്രോസിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര പ്രയോറിറ്റി വണ്ടിയാണെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ പിടിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ നല്ല ചൂടാണ് ഇപ്പോൾ ഈ ഗോവ, ഈ കൊങ്കൺ ഏരിയയിലൊക്കെ. ഇപ്പം 10 മണി ആകുന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ നിന്ന് വേർക്കും കേട്ടോ, നിന്ന് വേർക്കും. നല്ല ചൂടാണ്. നമ്മൾ പോകുന്നിടത്ത് അവിടെ നല്ല തണുപ്പുമാണ്. കൊങ്കൺ റെയിൽവേ കൂടെ ഓടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത് പഞ്ചഗംഗ എക്സ്പ്രസ്. കാരണം ഇത് ഗാർഡ് സെക്ഷനിൽ ഓൺ ടൈം കയറേണ്ട വണ്ടി ആയതുകൊണ്ട് ഇവർ നല്ല പ്രയോറിറ്റി കൊടുത്ത് വണ്ടി വിടും. അതിൻ്റെ ലോക്കോ ആണ് ഈ കാണുന്നത്, ഒരു WDP4D കൃഷ്ണരാജപുരത്തിൻ്റെ. അപ്പോൾ ഇതിന് ഡീസൽ ലോക്കോ ആണ് കേട്ടോ. അതിൻ്റെ ലോക്കോ അല്ല, അതിൻ്റെ ലോക്കോ തന്നെ ഇതാണ്. അപ്പോൾ ആ ലോക്കോ ഏതാണോ എന്തോ, അത് ഇതിൽ വന്ന ലോക്കോ ആയിരിക്കും. അതിൻ്റെ ലോക്കോ ഇതാ, അതും ഒരു കൃഷ്ണരാജപുരത്തിൻ്റെ 4D-ആണ്. നമ്മൾ ഒരെണ്ണം വന്നിട്ട് ട്രെയിൻ സ്പോട്ടിങ് ചെയ്തില്ലേ സൂര്യാവലിയിൽ, ആ സ്റ്റേഷനാണ് കാണുന്നത് കേട്ടോ. 10 മണിക്കൂർ ട്രെയിൻ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ, ഈ സ്റ്റേഷൻ. ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ചൂടിൻ്റെ അങ്ങേറ്റം ഭയങ്കര ചൂടാണ്. പകലൊന്നും ഇവിടെ നിൽക്കേ പറ്റത്തില്ല, കാരണം ഇവിടെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടുമാണ്, മഴയാണ് ഭയങ്കര മഴയാണ്. നമ്മൾ വരണ എത്തിയപ്പോഴേ അപ്പുറത്ത് കണ്ട് ഗാന്ധിധാം നാഗർകോവിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഇവിടെ പിടിച്ചിട്ടേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നമ്മളൊരെണ്ണം ഗോവ ട്രിപ്പ് പോയില്ലേ, മറ്റേ ഗോവയിൽ നമ്മൾ ഫുള്ള് ബൈക്ക് എടുത്ത് ഇറങ്ങിയില്ലേ, ആ സമയത്ത് ഈ പാലത്തിന് മുകളിൽ നമ്മളൊരു ട്രെയിൻ സ്പോട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു റോറോ ട്രെയിൻ. ആ പാലാണ് ഈ കാണുന്നത് കേട്ടോ, വലിയൊരു പാലാണ്. ഇത് ഇവിടെ നിന്ന് പനാജിക്ക് പോകുന്ന ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ ആ പാലത്തിനടിയിൽ കൂടി ഇങ്ങനെ പോവാം. സുവാരി എന്നാണ് ഈ ഒരു നദിയുടെ പേര് കേട്ടോ. നല്ല പുറത്ത് ചൂടിങ്ങനെ അടിക്കും. നമ്മുടെ AC ഇരിക്കുമ്പോഴാണേലും ചൂടിങ്ങനെ ശരിക്കും അടിക്കുന്നുണ്ട് നമ്മുടെ ദേഹത്ത്. ഈ ഗോവയിൽ ഇതുപോലെ വലിയ വലിയ കുറേ പാലങ്ങളുണ്ട്, അടിപൊളി പാലങ്ങളാണ്. എന്തോ വലിപ്പം അറിയുമോ, നല്ല നീളവും ഉണ്ട്. ട്രെയിൻ സ്പോട്ടിങ്ങിനൊക്കെ പറ്റിയ പാലമാണ്. മഴയാകുമ്പോൾ അടിപൊളിയായിരിക്കും. നമ്മുടെ രാജധാനിയുടെ സുരത്കൽ കഴിഞ്ഞപ്പിന്നുള്ള അടുത്ത ക്രോസിങ് വരുന്നത് ഇവിടെ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ. അത്രയും പ്രയോറിറ്റി കിട്ടി. പിന്നെ വേറെ കാര്യമുണ്ട്, മഡ്ഗാവ് വരെ വലിയ ട്രാഫിക് ഇല്ലായിരുന്നു, പിന്നെ മഡ്ഗാവ് ഇങ്ങോട്ടാണ് ട്രാഫിക് വരുന്നത്. അപ്പോൾ ഇവിടെ സിന്ധുദുർഗ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ അജ്മീർ എറണാകുളം മരുസാഗർ എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് പിടിച്ചിട്ടേക്കുന്നത്. വണ്ടി വിടാൻ സമയം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വരെ വണ്ടി ഇവിടെ ഇട്ടിട്ട്. അപ്പോൾ അയാളുടെ ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ ലോക്കോ കാണാൻ വേണ്ടി വന്നതാണ്. അയ്യോ, അവരെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു AC ആണെന്ന് തോന്നുന്നു ലോക്കോ കേട്ടോ. കാരണം അതിൽ ഇത്ര അടച്ചുപൂട്ടി ഇരിക്കത്തില്ലല്ലോ ഈ ചൂടത്തെ. AC ലോക്കോ ആയിരിക്കും, അതിനകത്ത് AC ഉണ്ടാവും.
മരിസാർ നല്ല കത്തിച്ചാ പോയത് കേട്ടോ, നല്ല സ്പീഡായിരുന്നു. വെയിലെന്ന് വെച്ചാൽ പൊരിൻ്റെ വെയിൽ. ഞാൻ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ക്രോസിങ് കഴിഞ്ഞിട്ട് ചിത്രദുർഗിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പം സമയം എന്ന് പറയുന്നത് 12:31 കേട്ടോ. 1:55 രത്നഗിരി എത്താൻ ടൈം. പിന്നെ ആകെ സമാധാനം തന്നെ ടോയ്ലറ്റ് എല്ലാം ഇവർ വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അതാണ് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. നല്ല വൃത്തിയുണ്ട് ടോയ്ലറ്റിനൊക്കെ, അതുകൊണ്ട് സമാധാനമുണ്ട്. ഏതോ വണ്ടിനെ ഓട്ടിക്കടിക്കുക. ഇത് രാവിലെ തൊട്ട് മാണ്ഡവി കേട്ടോ. മാണ്ഡവി എക്സ്പ്രസ് നമ്മൾ ഓട്ടിക്കടിക്കുക. ഓവർടേക്ക് പ്ലസ് ക്രോസിംഗ് ആണ് ഇവിടെ. ഇതേതാ, ഇത് നമ്മുടെ മംഗളല്ല. അതെ മംഗള, നിസാമുദ്ദീൻ എറണാകുളം മംഗള ഇവിടെ കിടക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ട് മാണ്ഡവിനെ ഓവർടേക്ക് അടിക്കുന്നത്. അത് കൊള്ളാം എന്തായാലും. ഓ പ്രയോറിറ്റി പ്രയോറിറ്റി പ്രയോറിറ്റി. ഈ മാണ്ഡവയ്ക്ക് രാവിലെ വിട്ട കേട്ടോ മടുകാവുന്ന്. അതും ഒരു പൂനെയുടെ പീസവൻ. നമ്മൾ പൂനെയുടെ പീസവൻ കുറേ കണ്ടു കേട്ടോ. നമ്മൾ വിലവാട് സ്റ്റേഷനിൽ വെച്ചിട്ട് മാണ്ഡവി എക്സ്പ്രസ്സിന് ഓവർടേക്ക് അടിച്ചു. നമുക്ക് ഇന്നലെ രാത്രി കിട്ടിയ സെയിം ആയിരിക്കും ഉച്ചയ്ക്കും കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. അത് തന്നെ തുറന്നു നോക്കട്ടെ, കറികളൊക്കെ അത് തന്നെ ആയിരിക്കും. ഇതിൽ വെറൈറ്റി ആയിട്ട് സേമിയ പായസം ഉണ്ട് കേട്ടോ. ഇന്നലെ നമുക്ക് രസങ്ങളുമല്ലേ കിട്ടിയത്, അതിന് പകരം തേണ്ടൊരു സേമിയ പായസമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് കൊള്ളാം എന്തായാലും. സേമിയ പായസം ഉണ്ട്. പിന്നെ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി, പനീർ കറി, പരിപ്പ് കറി, സെയിം, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മുടെ കേരള സമ്പർക്രാന്തി കേട്ടോ. ഇവിടെ നിവസാർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലുണ്ട് പിടിച്ചിട്ടൊക്കെ നമ്മൾ കയറി പോകാൻ വേണ്ടി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വയഡക്റ്റ് ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്. നല്ല വലിയൊരു പാലമാണ്. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി കണ്ടോ. നമ്മുടെ രാജധാനിയുടെ ഡിലേ ഒക്കെ ഇപ്പോൾ കുറഞ്ഞ വെറും 10 മിനിറ്റ് ഡിലേയോട് കൂടി നമ്മൾ രത്നഗിരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് രാവിലെ മടുക്കാവുന്ന കയറ്റിയാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഓക്കെ കഴിക്കാം. അല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇവിടെ രത്നഗിരി എത്തിയപ്പോൾ ഫുള്ള് ഗുഡ്സാണ് കേട്ടോ. ഗുഡ്സ് എവിടെ നോക്കിയാലും ഗുഡ്സാണ്. അപ്പുറത്തെ 2 ഗുഡ്സ് ഉണ്ട്, ഇവിടെ ഒരു ഗുഡ്സ് കിടക്കുന്നത്. ഇഷ്ടം പോലെ ഗുഡ്സ്. നമ്മുടെ വണ്ടിയിൽ കയറാൻ ആൾക്കാരുണ്ട് കേട്ടോ. 3rd ഡേയ്സിലാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. നമ്മുടെ നിസാമുദ്ദീൻ രാജധാനി അങ്ങനെ ഇവിടെ രത്നഗിരിയിലെത്തി. രത്നഗിരിയിലെ ചിക്കൻ ബിരിയാണി നല്ല കേട്ടോ ഇവിടെ സ്റ്റേഷനിലെ. പിന്നെ ഇവിടെ സൊമാറ്റോന്ന് കുറേ ഡെലിവറി ബോയ്സ് പറഞ്ഞ് ഡെലിവറി ചെയ്യുന്നുണ്ട്. സൊമാറ്റോ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ കണ്ടില്ലായിരുന്നു. സൊമാറ്റോ അങ്ങനെ ആപ്പിൽ കണ്ടില്ലായിരുന്നു. ചിലപ്പോൾ ഉണ്ടായിരിക്കും, അപ്പം ഞാൻ നോക്കി ടൈം ചിലപ്പോൾ കഴിഞ്ഞ് പോയിരിക്കാം. ഇത് നമ്മുടെ രാജധാനിയുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പൻവേലാണ്. അത് വൈകിട്ട് 6 മണിക്കാണ് കേട്ടോ. അതായത് ഏകദേശം 4 മണിക്കൂറോളം ഇനിയുണ്ട്. അപ്പം അതിനിടയ്ക്കൊക്കെ പിന്നെ നിർത്തുമായിരിക്കും ക്രോസിങ്ങിനൊക്കെ. നമ്മുടെ ഈ ട്രിവാൻഡ്രം രാജധാനി ശരിക്കും തുടങ്ങിയത് 1993-ലാണ്. അപ്പോൾ ഈ തുടങ്ങിയ സമയത്ത് ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കൊങ്കൺ വഴിയൊന്നുമില്ല, കാരണം ആ സമയത്ത് കൊങ്കണിൽ ആയിട്ടില്ല. അപ്പം അന്ന് ഓടിക്കൊണ്ടിരുന്നത് നാഗ്പൂർ, ചെന്നൈ വഴിയായിരുന്നു ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരു വണ്ടി നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കൊണ്ടിരുന്നത് ഈ രാജധാനിയായിരുന്നു. അത് കോട്ടയ്ക്കും വഡോദരയ്ക്കും ഇടയ്ക്കുള്ള 528 കിലോമീറ്റർ. പക്ഷേ ഈയിടെയായിട്ട് രത്ലം ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് ആ ഒരു റെക്കോർഡ് ഈ വണ്ടിക്ക് പോയി കിട്ടി. മാണ്ഡവി എക്സ്പ്രസ് വരാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കാം. മുംബൈക്ക് പോകുന്ന മാണ്ഡവി എക്സ്പ്രസ്സിൽ കയറാനുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. കുറേ പേരുണ്ട് കേട്ടോ. ഇവിടെ രത്നഗിരി എത്തുമ്പോഴേ നമുക്ക് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇവർ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. എപ്പോഴും കാണാം. മുന്തിരി, പിന്നെ ആപ്പിള്. ഇതെന്താ സംഭവം? ആപ്പിളാണോ, ഗ്രീൻ ആപ്പിളാണോ, എന്തോ സംഭവമാണ്. വലിയ പേരക്കയുണ്ട്, പഴമുണ്ട്, കുക്കുംബറുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ വിൽക്കാൻ നിൽക്കുന്നത് കാണാം. പിന്നെ വടാപ്പാവും ഉണ്ട്. നമ്മുടെ ലോക്കോയിലെ ഇവർ ഫിറ്റ് ഫോർ LHB കോച്ചസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലോക്കോസ് ഒക്കെ ഈ LHB കോച്ചിനെ വെച്ചുകൊണ്ട് 130 പോകാൻ പറ്റാത്ത ലോക്കോസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ലോക്കോസിലൊക്കെ ആണെങ്കിൽ ഇവർ അൺഫിറ്റ് ഫോർ LHB കോച്ച് എന്ന് എഴുതി വെക്കും. LHBയും വെച്ചുകൊണ്ട് 130 kmph പോകാൻ പറ്റുന്നതാണെങ്കിൽ ഇതേപോലെ ഫിറ്റ് ഫോർ LHB കോച്ച് എന്ന് എഴുതി വെക്കും. ഈ ചില WEG5 ലോക്കേഴ്സ് ഉണ്ടല്ലോ, ഗുഡ്സ് ലോക്കേഴ്സ്, അതിൽ എഴുതിയിട്ടുണ്ട് ഇതേപോലെ ഫിറ്റ് ഫോർ പാസഞ്ചർ ഡ്യൂട്ടി, അൺഫിറ്റ് ഫോർ പാസഞ്ചർ ഡ്യൂട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിന് ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. കറക്റ്റ് ഡീപ്പായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഏകദേശം അറിയാമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ഈ ഒരു WP4 ലോക്കോടെ. അങ്ങ് അപ്പുറത്ത് നമ്മുടെ മാണ്ഡവി എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് സിഗ്നൽ വീഴുന്നത്. കറക്റ്റ് 20 മിനിറ്റ് ഇവിടെ പിടിച്ചിട്ട് ആ വണ്ടി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് 2:26 ഇപ്പോൾ പുറപ്പെട്ടു.
സമയം ഇപ്പോൾ 4:20. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെ കരഞ്ചാടി എന്നൊരു സ്ഥലമൊക്കെ ഏകദേശം എത്താറായിട്ടുണ്ട്. അതായത് ആ രത്നഗിരിക്കും പൻവേലിനടയ്ക്കുള്ള ഒരു കൊങ്കൻ്റെ കോറായിട്ടുള്ള ഭാഗത്തോടാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും ഈ വർക്ക് നടക്കുന്നുണ്ട്. ഈ സ്ലീപ്പറൊക്കെ മാറ്റുന്ന പരിപാടിയുണ്ട്. അപ്പോൾ പലയിടത്തും ട്രെയിൻ ഇങ്ങനെ പയ്യെ പോകുന്നതുകൊണ്ട് കുറച്ച് ഡിലേ കൂടിക്കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല 6 മണിക്ക് നമ്മൾ പൻവേൽ എത്തുമെന്ന് നോക്കാം. കൊങ്കൺ നിങ്ങൾക്ക് ആസ്വദിച്ച് കാണണമെങ്കിൽ കൊങ്കൺ ഫുള്ള് ഡയറക്റ്റ് കവർ ചെയ്യുന്നൊരു വണ്ടിയാണ് രാജധാനി എന്ന് പറയുന്നത്. അത്രയും ബഡ്ജറ്റില്ലാത്തവർക്ക് നമുക്ക് കൊച്ചുവേളി, ശ്രീ ഗംഗാനഗർ ആ ഒരു സ്ലോട്ടുള്ള കുറേ വണ്ടികളുണ്ട്. കൊച്ചുവേളി, ഗംഗാനഗർ, വെരാവൽ, ഓക്ക, ഇതിലൊക്കെ നമുക്ക് മംഗലാപുരം ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ കൊങ്കണൊക്കെ ഫുള്ള് ഡയറക്റ്റ് കാണാൻ പറ്റും. പുറത്ത് നമ്മൾ കൈ വെച്ചാൽ ഉടനെ നല്ല ചൂട് കാറ്റടിക്കുന്നത് ഈ അടുപ്പത്ത് പോയി നിൽക്കത്തില്ലേ, അതേപോലത്തെ ഫീലിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നമ്മൾ എത്തി കേട്ടോ. നമ്മളിപ്പോൾ സാവിത്രി നദിയിൽ നിന്നൊരു നദിയുടെ അടുത്തോട്ട് പോകുന്നു. ആ നദിയുടെ അടുത്ത് ആ വീടുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലൈറ്റും നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രാമം കൂടാണ് കാണുന്നത്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് കുമ്പലെ. പൻവേൽ മുംബൈ പോകുന്ന ഹൈവേ ആണ് കാണുന്നത് കണ്ടോ, നല്ല അടിപൊളി ഹൈവേ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് സ്നാക്സ് കൊണ്ടെത്തുന്നത് എല്ലാ ട്രെയിനിലും കേട്ടോ സെയിം ബ്രാൻഡ് കണ്ടോ. ചിവിടാന്ന് പറഞ്ഞ ബിക്കാജിയുടെ ആ സാധനം, ഇത് മറ്റേ കപ്പലണ്ടി മിഠായി, ഇത് സാൻഡ്വിച്ച്, ഒരു ടേസ്റ്റും കാണത്തില്ല നോക്കിയോ വെറുതെ. ഇത് മറ്റേ എന്തോ എൻ്റെ സാധനത്തിൻ്റെ പേര് എന്തോ, അയ്യോ കച്ചോടി, അത് തന്നെ കച്ചോടി. ഇത്ര ഐറ്റംസ് തീർന്നു വന്നൊരു സ്ഥലം നമ്മളെത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി ഡബിൾ ലൈനാണ്, ഇനിയിപ്പം ക്രോസിംഗ് ഒന്നുമില്ല. കൊങ്കണിലെ ക്രോസിംഗ് ഒക്കെ കഥം. അപ്പോൾ ഇതാണ് വീർന്നു വന്നൊരു സ്റ്റേഷൻ കേട്ടോ. ഇവിടെ നിന്ന് ഇനി ഡബിൾ ലൈനാണ്, ഇനി നമ്മളെ വണ്ടി വിട്ടു പൊക്കോളും. നോ സീൻ. ഇവർക്ക് ഇതിൻ്റെ ബ്രാൻഡിങ്ങിലൊന്ന് മാറ്റിയെടുത്ത് ആലോചിക്കണേ. എന്തല്ലേ ഇത്ര വർഷമായിട്ട് കാണുന്ന ഈ സാധനം സെയിം, ഒരു വ്യത്യാസമില്ല. ടേസ്റ്റ് അതുപോലെ തന്നെയാന്ന് തോന്നുന്നു. ഒരു വികാരമില്ലാത്തൊരു സാധനം കേട്ടോ. ഇതൊരു എന്ത് വേണ്ടതാ ഒരുമാതിരി എന്തോ കെമിക്കൽ ടേസ്റ്റ്, എന്തോ ഒക്കെയാണ് അടിച്ചു വെച്ചേക്കുന്നത്. ആർക്കറിയാം, ഭയങ്കര മോശം. നമുക്ക് കുറ്റം പറയാനുള്ള കാര്യം പറയാം, കയറിയവർക്ക് അറിയാമല്ലോ. നമ്മുടെ തിരുവനന്തപുരം രാജധാനി അങ്ങനെ മുംബൈ നഗരം അടുക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ പൻവേൽ എത്താറായി. ലോക്കോ പൈലറ്റ് ഭയങ്കര ക്വാണ്ടിറ്റി ഇവിടെ ആയപ്പോൾ കേട്ടോ, കാരണം ട്രാക്കിൽ കുറേ എണ്ണമൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സമയം 6:12 കേട്ടോ. 6 മണിക്ക് പൻവേൽ കയറണ്ട. പൻവേൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റുള്ളിൽ നമ്മൾ പൻവേലെത്തും. ഈ പൂനെ ഭാഗത്തു നിന്ന് വരുന്ന പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഒക്കെ ഇല്ലേ, ആ ഒരു വണ്ടി വരുന്ന ലൈനാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് കർജത്ത് ഭാഗത്തുനിന്ന് ഈ പൻവേലിലേക്ക് ഡയറക്റ്റ് ലൈനുണ്ട്. നമ്മളന്ന് ഒരു പൂനെ വന്നപ്പോൾ പ്രഗതി എക്സ്പ്രസ്സിലാണ് വണ്ടിയിൽ കയറി പൻവേൽ എന്ന് ഓർക്കുന്നില്ല നിങ്ങൾ. അപ്പോൾ ആ വണ്ടിയും നമ്മുടെ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഒക്കെ വരുന്ന ലൈനാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് സിംഗിൾ ലൈനാണേ. അപ്പോൾ ആ ലൈന് കണ്ട് ഇവിടെ ഈ പൻവേൽ വന്ന് ജോയിൻ ചെയ്യും. മുംബൈ ലോക്മാന്യത്തിലെ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റാണ് ഈ പോകുന്നത്. സോറി, തിരുവനന്തപുരം നോർത്ത് അങ്ങോട്ടേക്ക് പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റാണ് പോകുന്നത്. നമ്മുടെ സ്വന്തം LTT കൊച്ചുവേളി എന്നറിയപ്പെടുന്ന ഫേമസ് വണ്ടിയാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ഈ ഒരു മുംബൈ ലോക്മാന്യത്തിലെ കൊച്ചുവേളി. അപ്പോൾ ഇതിൻ്റെ ലോക്കോ എന്ന് പറയുന്നൊരു ഗാസിയാബാദിൻ്റെ WP5 ആണ് കേട്ടോ. അത് ഇറങ്ങാൻ വേണ്ടി കാത്തു നിന്ന് നമ്മൾ. നമ്മുടെ രാജധാനി അങ്ങനെ 25 മിനിറ്റ് ലേറ്റായിട്ട് ഇവിടെ പൻവേൽ കയറി. ഇനി പൻവേലിൽ അടുത്ത സ്റ്റോപ്പ് വസായി റോഡാണ്. സാധാരണ ഡൽഹി പോകുന്ന വണ്ടികളൊക്കെ പോകുന്ന റൂട്ട് തന്നെ സെയിം. അങ്ങനെ പൻവേൽ എത്തി. അപ്പോൾ ഇവിടെ ക്രൂ ചേഞ്ചും ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് രാത്രി കഴിക്കേണ്ട ഫുഡും കേട്ടിട്ടുണ്ട് അങ്ങ് പാൻട്രിയിൽ.
വരെ. അത് ഇവിടെ നിന്നാണ് കയറ്റുന്നത്. ഈ സൈഡിലൊക്കെ പണ്ട് ലോക്കൽ ട്രെയിനൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവർ ഈ മറ്റേ ഫ്ലൈറ്റ് കൊറിഡോർ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം മൊത്തം പൊളിച്ചടുക്കി ഇപ്പോൾ അവിടെ എന്തൊക്കെ പണിയൊക്കെ നടക്കുക. ഇവിടെ പനവേൽ വന്നാൽ പിന്നെ ഇഷ്ടം പോലെ ഗുഡ്സിൻ്റെ കളികളാട്ടോ. എല്ലാം ഗുഡ്സാണ് ഇവിടെ. ആകെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലും പിന്നെ അങ്ങ് 2 പ്ലാറ്റ്ഫോമുണ്ട്, അവിടെയാണ് വണ്ടി വരുന്നത്. ബാക്കി എല്ലായിടത്തും ഇതേപോലെ ഗുഡ്സ് ഇങ്ങനെ നിർത്തിയിട്ടേക്കുക. നമ്മൾ കയറാൻ നേരത്തെ ഒരു WAG-12 കിടക്കുന്നുണ്ടല്ലോ, അത് ഈ വണ്ടിയുടെ ലോക്കമാണ് കേട്ടോ. ഞാൻ സൊമാറ്റോ വഴി ഒരു ഷവർമ പറഞ്ഞായിരുന്നു. അതിൻ്റെ പാക്കിംഗ് കണ്ടോ, ആ ഒരു കവറിൻ്റെ ഇത് കണ്ടോ. ഇവരുടെ ഈ സൊമാറ്റോ ഫുഡ് ഓൺ ട്രെയിനിൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു കവറാണേ. നല്ല അടിപൊളി സംഭവം അല്ലേ. സൊമാറ്റോ എന്തായാലും ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തായാലും നന്നായി. കാരണം ഈ IRCTC ഫുഡ് ഓൺ ട്രാക്ക് ഭയങ്കര പൈസയാണ്. അപ്പോൾ ഇവർ ഈ ഒരു കളത്തിൽ ഇറങ്ങേണ്ട എന്തായാലും നന്നായി. കാരണം അതിന് IRCTC ഫുഡ് ഓൺ ട്രാക്കിനെക്കാട്ടും പൈസ കുറച്ച് നമുക്കിനകത്ത് കിട്ടും സൊമാറ്റോയിൽ. ഞാൻ വീട്ടിൽ കാണിച്ചത് അതെങ്ങനെ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു പാക്കിങ്ങാണ് നമുക്ക് കൊണ്ട് തന്നത്. 6:35 ആയപ്പോൾ നമ്മൾ പൻവേലിന് വിട്ട് ഇനിയിപ്പം മുംബൈയുടെ ഔട്ട്സ്കേർട്സിൽ കൂടെ ഇങ്ങനെ കറങ്ങി നമ്മൾ വസായ റോഡ് ചെല്ലും. പൻവേൽ വഴി ഒരു ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കൊറിഡോർ വരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ നമ്മൾ പോകുന്ന വഴിക്കും അതിൻ്റെ ട്രാക്കും പോളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ പണിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ ഫ്ലൈറ്റൊക്കെ പോയി തുടങ്ങും. ഫ്ലൈറ്റ് ഇതിലേ പോയിക്കൊണ്ടിരുന്ന സാധാരണ നമ്മൾ പോകുന്ന ട്രാക്കിൽ കൂടെയാണ്. അപ്പോൾ ഇനി ആ ലൈനും കൂടെ ക്ലിയർ ആയാൽ ഫ്ലൈറ്റൊക്കെ ആ ഒരു ലൈനിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ വസായി റോഡ് എത്തിയപ്പോഴേക്കും ഇപ്പുറത്ത് കിടക്കുന്നത് ദൗണ്ട് ഇൻഡോർ എക്സ്പ്രസ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ വണ്ടിയിൽ ഓവർടേക്ക് ചെയ്യുകയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി, നമുക്കിവിടെ സ്റ്റോപ്പുണ്ട്. ഇനി ഇത് നമ്മൾ വന്നിട്ട് ഇത് അടുത്തോണ്ട് പോകുന്നു അറിയത്തില്ല, നോക്കാം. നമ്മുടെ രാജധാനി ഇതിനെ ഇവിടെ ഓവർടേക്ക് ചെയ്യുക കേട്ടോ. അതാണ് ഇവിടെ പിടിച്ചിട്ടേക്കുന്ന ഈ വണ്ടി. ഇത് ദൗണ്ട് എന്ന സ്ഥലമുണ്ട്, പൂനെക്ക് മുമ്പായിട്ടുള്ള സ്ഥലമാണ് ദൗണ്ട്. അവിടുത്തെ ഇൻഡോർക്ക് പോകുന്നത് ഡെയിലി സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടിയിലെ ഒട്ടുമിക്ക എല്ലാ കോച്ചിലും RPF കയറിയിട്ടുണ്ട് കേട്ടോ, റെയിൽവേ പോലീസ്. എൻ്റെ കോച്ചിൽ ഒരു മേഡം കയറിയിട്ടുണ്ട്, ഇവിടെ ഒരു സാറ് കയറിയിട്ടുണ്ട്. അങ്ങനെ കുറേ കോച്ചിൽ കുറേ സാറന്മാർ കയറിയിട്ടുണ്ട്. ഈ RPF ട്രെയിനുള്ളത് ഭയങ്കര നല്ലതാണ്. കാരണം നമുക്ക് സേഫായിട്ട് ഉറങ്ങാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ആൾ കയറത്തൊന്നുമില്ല പുറത്തുനിന്ന്. നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ട്രാക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 130 km/h മാക്സിമം സ്പീഡ്. 130 km/h നമ്മുടെ ഈ ലോക്കോ എടുത്തില്ലെങ്കിൽ ഡിലേ വരും വണ്ടി. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ഡിലേ ഉണ്ട്. അതപ്പോൾ 130 പോകേണ്ട ആ ഒരു ഷെഡ്യൂൾ 110 പോയാൽ കുറച്ച് ഡിലേ കൂടും. അതൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. നോക്കാം, 130 കയറിയ സീനൊന്നുമില്ല. നമ്മുടെ രാജധാനി അങ്ങനെ ഫൈനലി 120 മുക്കി അങ്ങനെ കയറി. 130 കയറുമായിരിക്കും, 120 വരെ ഇപ്പോൾ കയറി. ഭാഗ്യം, അല്ലെങ്കിൽ പെട്ടുപോലെ. ഫുഡ് വന്നു കേട്ടോ, രാത്രിയിൽ സെയിം ഫുഡ് തന്നെയാണ്. ഈ രാജധാനിയിലൊക്കെ ഈ ഫുഡ് ഓപ്റ്റ് ചെയ്താലേ ഇതിഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെയാണ് പെട്ടുപോകും കേട്ടോ. സെയിം സാധനം തന്നെ, നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച സെയിം ഐറ്റം തന്നെ. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സാധനമാണ് വന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സബ്ജി വന്നിട്ടുണ്ട്. പിന്നെ രസഗുളയാണ് സ്വീറ്റ്. പിന്നെ നമുക്ക് റൊട്ടിയിലൂടെ കഴിക്കാൻ വേണ്ടി ഇതെന്തോ വെജിറ്റബിൾ കറി എന്തോ തോന്നുന്നു, പക്ഷേ മൊത്തം സവാള അതിനകത്ത്. ഇത് പരിപ്പ് കറി, ഇത്ര ഐറ്റംസാണ്. ഈ സാധനം കാക്കാശിനുള്ളിൽ കേട്ടോ. ഇതിന് ഉപ്പുമില്ല, ഒന്നുമില്ല, എരിവുമില്ല. എന്തോ സാധനമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു ടേസ്റ്റുമില്ല ഈ സാധനം ഉണ്ടാവും. ഈ ഒരു പനീർ കറിയാണ്, പനീറുണ്ട് അതിനകത്ത്. ഒരു രുചിയില്ലാത്തൊരു ഐറ്റം. കറിക്ക് ഉപ്പ് പോരാന്ന് അറിയാതുകൊണ്ട് അവരെല്ലാവർക്കും ഉപ്പിൻ്റെ ചെറിയൊരു പാക്കറ്റ് എടുത്തു. സമയം ഇപ്പോൾ രാത്രി 10 മണിയാവാതായേ. നമ്മൾ നാളെ ഉച്ചയ്ക്ക് നമ്മൾ ഡൽഹി എത്തും. ഡൽഹി എത്തുമ്പോഴേക്കും നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു യാത്രയായ തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനിയുടെ ആ ഒരു യാത്ര അവിടെ കഴിയും. പിന്നെ നമ്മൾ ഡൽഹിയിൽ ഒരു ദിവസം സ്റ്റേ അടിക്കണം. കാരണം ഡൽഹിയിൽ എനിക്ക് ഈ വന്ന വീഡിയോയിൽ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡൽഹിയിൽ ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് അടുത്ത ദിവസം രാത്രിയിലാണ് നമ്മൾ പട്ടാൻകോട്ടിലേക്ക് പോകുന്നത്. പഞ്ചാബിലെ പട്ടാൻകോട്ട് ഡൽഹി സരൈ രോഹില്ലയിൽ നിന്ന് ദൗളാദർ എക്സ്പ്രസ് എന്ന വണ്ടിയുണ്ട്. അതിനാണ് നമ്മൾ പട്ടാൻകോട്ടിലേക്ക് പോകുന്നത്. ഓവർനൈറ്റ് വണ്ടിയാണ്. നമ്മൾ ഗുജറാത്തിലെ സൂറത്ത് എത്തി കേട്ടോ. അരമണിക്കൂർ ലേറ്റാണ്. 10:35 നമ്മളിവിടെ എത്തുന്നത്. ഇവിടെ സൂറത്ത് സ്റ്റേഷനിലെ ഈ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നതുകൊണ്ട് ചില വണ്ടികൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പില്ല. പക്ഷെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. നമ്മുടെ അവിടെ നിന്ന് പോകുന്ന കുറേ വണ്ടികൾക്കൊക്കെ ഇവിടെ കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പില്ല. ഇഷ്ടംപോലെ ആൾക്കാർ ഏതോ വണ്ടിക്കൊക്കെ കയറാൻ ഇവിടെ ഇരിക്കുക കേട്ടോ. ഇനി നമ്മുടെ രാജധാനിക്ക് ആകെ 3 സ്റ്റോപ്പേ ഉള്ളൂ: വഡോദര, രത്ലം, കോട്ട. വഡോദര രാത്രി 11:50 എത്തും. രത്ലം 3:47 എത്തും വെളുപ്പിനെ.
പിന്നെ കോട്ട 6:40 രാവിലെ 3 സ്റ്റോപ്പുകൾ. ഇനി വിട്ടടിച്ച് പോയി, ഇനി എങ്ങും നിർത്തത്തില്ല. ഇനി നമുക്ക് ബോറടിക്കും, കാരണം നിർത്താത്തതുകൊണ്ടേ വിട്ടടിച്ച് പൊക്കോളൂ. ഇനി രാജധാനി പണ്ട് ഈ വഡോദരയിൽ നിന്ന് കോട്ട വരെയുള്ള സെക്ഷനുണ്ട്, 524 കിലോമീറ്റർ. ഇപ്പോൾ ഈ 524 കിലോമീറ്റർ പണ്ട് നോൺ സ്റ്റോപ്പായിരുന്നു. പിന്നെയാണ് ഇപ്പം കുറച്ചാളായിട്ട് രത്ലം സ്റ്റോപ്പ് കൊണ്ടുള്ളത്. ഇപ്പോൾ രത്ലം സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് നോൺ സ്റ്റോപ്പ് റണ്ണല്ല. അല്ലാത്തപ്പോൾ 524 കിലോമീറ്റർ ഈ വണ്ടി നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു, അറിയോ? എന്തല്ലേ എൻ്റെ പൊന്നോ, ഈ വണ്ടി എന്തോ വീഡിയോയിലായിരുന്നു രാത്രി. ഒരു രക്ഷയില്ല, കിട്ടിലും പോക്ക്. നമ്മളിപ്പോൾ കോട്ട എത്താറായി. കോട്ട രാജസ്ഥാനിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ റൂട്ട് വരുന്നത്. വഡോദരയിൽ നിന്ന് നമ്മൾ ഇന്നും ഈ റൂട്ടിൽ വന്നിട്ടില്ലായിരുന്നു. വഡോദര, കോട്ട, മധുര റൂട്ട് വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം വരുന്നത്. ഒന്നും കാണത്തില്ല, പുറത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ, കിട്ടിലും തണുപ്പാണ്. അപ്പോൾ വെട്ടം വരുമ്പോൾ കാണിക്കുക 6:40 ആകുമ്പോൾ നമ്മൾ കോട്ട എത്തും. നമ്മളങ്ങനെ രാജസ്ഥാനിലെ കോട്ട എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കോട്ടയ്ക്ക് മുന്നേയുള്ള ദക്കനിയ തലാവ് എന്ന സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലമൊക്കെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിൽ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. കോട്ട ഡിവിഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇപ്പോൾ വലിയ തണുപ്പില്ല, 15 ഡിഗ്രി തണുപ്പേ ഉള്ളൂ, സഹിക്കാനും തണുപ്പേ ഉള്ളൂ. ഞാൻ ഉടുപ്പിട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ ഭയങ്കര നോട്ടമാണ്. നമ്മളങ്ങനെ കോട്ട ജംഗ്ഷനിലെത്തി കേട്ടോ. ഇതാണ് കോട്ട റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ പോയൊരു ആൽക്കോ ആണ്, എനിക്ക് തോന്നുന്നു രത്ലം ഷെഡ് ഞാൻ തോന്നുന്നു കണ്ടിട്ട്. രത്ലം ജാൻസി കണ്ടാന്ന് തോന്നുന്നു, ഷെഡ് ശ്രദ്ധിച്ചില്ല ഞാൻ ഏതാന്ന്. അപ്പോൾ ഇതാണ് കോട്ട ജംഗ്ഷൻ കേട്ടോ. ഇവിടെ രാജധാനിക്ക് പണ്ട് മുതലേ സ്റ്റോപ്പുള്ളത്. ഇവിടെ ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്, കാരണം ഇതൊരു മെയിനായിട്ട് ക്രൂ ചേഞ്ചിങ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ വണ്ടികൾക്ക് ഈ ജീനൈനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേതോ പാസഞ്ചറാന്ന് തോന്നുന്നു, വട്ടുവ ഷെഡിൻ്റെ ഒരു ജീനൈനാണ്. ഏതോ പാസഞ്ചറാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന മംഗള ഒഴികെ കൊങ്കൺ വഴി പോകുന്ന എല്ലാ വണ്ടികളും ഈ ഒരു റൂട്ടിൽ കൂടെയാണ് ഡൽഹിക്ക് പോകുന്നത്. ഇതാ മുംബൈ ഡൽഹി മെയിൻ ലൈനാണിത്. അപ്പോൾ ഈ റൂട്ടിൽ കൂടെ എല്ലാ വണ്ടിയും ഡൽഹിക്ക് പോകത്തുള്ളൂ. മംഗള മറ്റേ ഭുസാവൽ വഴിയിലേ പോകുന്നത്, ബാക്കി എല്ലാ വണ്ടികളും കൊങ്കൺ വഴി വരുന്ന വണ്ടികളും ഇതിലേ പോകുന്നത്. അപ്പോൾ ഇതാണ് കോട്ട ജംഗ്ഷൻ കേട്ടോ. രാജസ്ഥാനിലെ ഒരു മെയിൻ ഒരു സ്റ്റേഷനാണ് കോട്ട ജംഗ്ഷൻ എന്ന് പറയുന്നത്. വെസ്റ്റ് സെൻട്രൽ സോണിൻ്റെ ആണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ക്രൂ ഒക്കെ മാറി ഇപ്പോൾ വേറെ ക്രൂ ഒക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവർ മിക്കവാറും ഡൽഹി വരെ കാണും. അതായത് അതിനിടയ്ക്ക് എവിടെയും ചേഞ്ച് ഉണ്ടോയെന്ന് അറിയത്തില്ല. വേറെ ക്രൂ ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇതുണ്ടോ നമ്മുടെ വണ്ടിയുടെ മുന്നിലൊരു റെഡ് ഫ്ലാഗ് വെച്ചേക്കുന്നുണ്ടോ? ഇതെന്താ സംഭവം എന്നറിയാമോ? അറിയത്തില്ല. ചിക്കൻ ഉണ്ടല്ലോ, എന്തോന്ന് ആർക്കറിയാം? അറിയാവുന്നൊരു കമന്റ് ആണ്. ഇതേ ലോക്കോടെ ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കുന്നുണ്ടോ? കൊള്ളാലോ, അത് കൊള്ളാം, ലൈസ്. അപ്പോൾ ഗ്ലാസ് ഒക്കെ അവർ തുടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രൂ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. സിഗ്നൽ ഇതുവരായിട്ട് ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം 7:05 നമ്മുടെ ലോക്കോനെ ഞാൻ കുറേ കുറ്റം പറഞ്ഞായിരുന്നു, സ്പീഡ് എടുക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്. സ്പീഡ് എടുക്കത്തില്ല, നല്ല ആക്സിലേഷൻ ടൈം കുറവാണെന്നും പറഞ്ഞുകൊണ്ട്. ഈ രാത്രി പോയ പോക്ക് എൻ്റെ മോനെ, എന്നോ പോക്കറിയോ, ഒരു രക്ഷയില്ല. 130 തന്നെ, അത് ഈ കുറയുന്നില്ല സാധനം. ഈ P4 P4 സ്പീഡ് എടുത്ത് കിട്ടിയാൽ പിന്നെ അങ്ങ് പൊക്കോളും. അതാണ് ഈ ലോക്കോയുടെ ഒരു പ്രത്യേകത. നല്ല വിഷയം ലോക്കോ ആണ്, ഒന്നും പറയല്ല. ഇപ്പോൾ പുള്ളി റെസ്റ്റ് എടുക്കുക, അടുത്ത ഓട്ടത്തിലായിട്ട് റെസ്റ്റ് എടുക്കുക. പുള്ളി റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല, കാരണം കറണ്ട് കൊടുത്ത് ഓടിക്കോളും എത്ര വേണേലും, ഒരു പ്രശ്നവും ഇല്ല. നീട്ടിയൊരു ഹോൺ അടിച്ച് നമ്മുടെ ലോക്കോപ്പയിൽ അങ്ങനെ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ടാക്കുവാണേ. ഇത് രാജധാനി ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇതിനകത്ത് വേസ്റ്റ് ഒക്കെ ഇല്ല. വേസ്റ്റ് ഡിസ്പോസൽ ബാഗിലാണ് നമ്മളിടുന്നത്. അപ്പോൾ അത് ഇവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് വേസ്റ്റ്. സാധാരണ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, സാധാരണ ഇതിനകത്തെ ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് ഒക്കെ പോകുന്ന വഴിക്ക് ഇവിടെ ട്രാക്കിലൊക്കെ ഇടുന്നതാണ് പതിവ്. ഇതിപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ വണ്ടി കണ്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഈ വണ്ടി ഞാൻ കയറിയ പിന്നെ എങ്ങും ഓൺ ടൈം എത്തിയിട്ട് എപ്പോഴും കുറച്ചെങ്കിലും ഡിലേ കാണും. ഇപ്പം ഇവിടെ 6:40 എത്തേണ്ട വണ്ടി 7 മണി ആവാറായപ്പോൾ എത്തിയത്. ഇപ്പോൾ 7:11 ഇവിടെ നിന്നാണ്ട് പുറപ്പെടുക.
ഇവർ ഈ ക്രൂ ചെയ്യുന്ന സമയത്തെ വണ്ടി ഇങ്ങനെ എടുത്ത് കണ്ട് ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ഒന്ന് പിടിച്ചു പോകും. അത് ഇവർ ഈ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ടുള്ള കാര്യം. ഞാൻ ഇതിനു മുമ്പും ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ലോക്കപ്പിൽ വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ബ്രേക്കൊക്കെ പിടിച്ച് പിന്നെയും വണ്ടി കൈ കൊടുത്ത് പോവുക. ഇനി ഇവിടെ നിന്ന് നിസാമുദ്ദീനിലേക്കുള്ള ദൂരം 457 കിലോമീറ്റർ ആണ്. നമുക്ക് ഏകദേശം ഒരു 5.5 മണിക്കൂറാണ് റണ്ണിങ് ടൈം ഇവർ കൊടുത്തേക്കുന്നത്. നോക്കാം, ചിലപ്പോൾ ബിഫോർ ടൈം എത്തുമായിരിക്കും. ഇനിയിപ്പോൾ നിസാമുദ്ദീൻ എത്താറാകുമ്പോൾ ട്രാഫിക് ഉള്ളതുകൊണ്ട് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. രാജധാനിയായിട്ട് അറിയത്തില്ല എങ്ങനെയാണ്, നോക്കാം. കോൺസ്റ്റന്റ് 130 ആട്ടോ. 130 താഴുന്നില്ല, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 130 മാത്രമേ ഉള്ളൂ, അതിൽ കുറയുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞത് ഇതുപോലെ ബ്രെഡ് ഓംലെറ്റ് ആണ്. അതാകുമ്പോൾ സീനില്ല. രാവിലെ കട്ട്ലറ്റ് വലിയ സുഖമില്ല. ബ്രെഡ് ഓംലെറ്റ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഇതാണ് ഓംലെറ്റ്, കണ്ടോ, ഓംലെറ്റ്. പിന്നെ ബ്രെഡാണെങ്കിൽ തണുത്ത ഐസായിട്ടിരിക്കുക കേട്ടോ. ഇവർക്ക് ഇതൊക്കെ ഒന്ന് ചൂടാക്കി തരാനുള്ള അതുപോലും ചെയ്യത്തില്ല. പിന്നെ ഇന്നലെ കണ്ട പോലത്തെ മാംഗോ ജ്യൂസ്. നമ്മുടെ രാജധാനി ഇപ്പോൾ രാജസ്ഥാനിലെ ഗംഗാപൂർ എന്നൊരു സ്ഥലത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാപൂർ സിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ട്രെയിൻ കുറച്ച് പയ്യെ പോകുന്നു. ഇതൊരു ജംഗ്ഷനാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈനുണ്ട്. രാജധാനി കുറേ ദൂരമായിട്ട് ഇപ്പോൾ രാജസ്ഥാനിൽ തന്നെയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി UP-യിലൊക്കെ കയറത്തുള്ളൂ. എന്തായാലും കുറേ ദൂരമായിട്ട് ഇപ്പോൾ രാജസ്ഥാനിൽ തന്നെയാണ്. നമ്മൾ ഇടയ്ക്ക് മധ്യപ്രദേശ് കയറിയായിരുന്നു. മധ്യപ്രദേശിൽ കൂടെയാണ് നമ്മളിങ്ങനെ രാജസ്ഥാനി വന്നത്. നമ്മുടെ രാജധാനി ഇവിടെ മധുര ഔട്ടർ എന്ന് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ ഡൽഹി മെയിൻ ലൈനിലാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെന്നൈ ഡൽഹി മെയിൻ ലൈനിൽ കയറും. അതായത് ആഗ്ര ഡൽഹി മെയിൻ ലൈന്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ കയറും. അപ്പോൾ സിഗ്നൽ കിട്ടാൻ വേണ്ടി നമ്മൾ കാത്ത് നിൽക്കുകയാണ് ഇവിടെ മധുര ഔട്ടറിൽ. നമ്മുടെ രാജധാനി മധുര സ്കിപ്പ് ചെയ്ത് പോകും കേട്ടോ. നമ്മൾ മധുരയിൽ നിർത്തത്തൊന്നുമില്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നിസാമുദ്ദീനിൽ മാത്രമേ ഇന്ന് സ്റ്റോപ്പുള്ളൂ. ഇപ്പോൾ മധുര ജംഗ്ഷൻ ഇങ്ങനെ പിന്നെ നല്ല ബിസിയസ്റ്റ് ആയിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ ഇനി പിടിച്ചിടുക വല്ലതും ആർക്കറിയാം, നോക്കാം. ആ കാണുന്ന ഡബിൾ ലൈൻ ട്രാക്ക് ഉണ്ടോ, ആ ട്രാക്കാണ് ഇവിടെ ആഗ്രയിൽ നിന്ന് വരുന്ന ലൈൻ. അതായത് നമ്മുടെ കേരള എക്സ്പ്രസ് ഒക്കെ വരുന്ന ലൈന്. അപ്പോൾ അതും നമ്മുടെ ലൈനും കൂടെ വന്ന് ഇവിടെ മധുരയിൽ ജോയിൻ ചെയ്യുന്നത്. അമൃത്സറിന് വിശാഖപട്ടണം പോകുന്ന ഒരു എക്സ്പ്രസ് ആണ് പോകുന്നത്. നമ്മളുടെ മധുരയിൽ ഏതാണ്ട് അപ്പുറത്തെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതിനെ ഓവർടേക്ക് അടിക്കുകയോ, അത് ഏതാ വണ്ടി എന്ന് കാണുന്നില്ലല്ലോ. ഏതാ വണ്ടി ഇത്, പേര് പോയിക്കും. ആ സച്ച്ഖണ്ഡ് എക്സ്പ്രസ് കേട്ടോ. ഇത് ഹസൂർ സാഹിബ് നാന്ദേദിൽ നിന്ന് അമൃത്സർ പോകുന്ന വണ്ടിയാണ് സച്ച്ഖണ്ഡ് എക്സ്പ്രസ്. അപ്പം അതിന് നമ്മളിവിടെ മധുരയിൽ വെച്ച് ഓവർടേക്ക് അടിക്കുക. ഈ മധുര എന്ന സ്ഥലമുള്ളത് ഉത്തർപ്രദേശിലാണ്. അതിൻ്റെ ജനറൽ നോക്ക്, ആൾക്കാർ കയറി കുത്തി നിറച്ച്. എൻ്റെ പൊന്നെ, ഇതെന്താ SLR-ലൊക്കെ കണ്ടോ, വിജയവാഡയുടെ ഒരു WP7 സച്ച്ഖണ്ഡിൻ്റെ ലോക്കോ. ഇവിടെ നമ്മുടെ വണ്ടി പിടിച്ചു കേട്ടോ. അയ്യോ, ഇതാണ്ട് മറ്റേ വണ്ടി കയറി പോകുന്നു. ഇതെന്താണിത്? ഏതാ മറ്റേ സച്ച്ഖണ്ഡ് കയറുന്നു. അടിപൊളി. അതെങ്ങനെ കയറി പോവോ? പെട്ടുപോയി കേട്ടോ. ഇവരിത് എന്താണോ കാണിക്കണേ ആർക്കറിയാം. ഇത് ഡൽഹി വഴി പോകുന്ന വണ്ടിയല്ലേ ഈ സച്ച്ഖണ്ഡ്. പിന്നെ എന്താണ് ഇതിനെ ആദ്യം കയറ്റിയെന്ന് ആർക്കറിയാം. എന്തൊക്കെയാണോ നടക്കുന്നത്. ഇനി മിക്കവാറും അടുത്ത സ്റ്റേഷനിൽ കൊണ്ട് നമ്മൾ കയറി പോവായിരിക്കും. എന്തായിരുന്നാലും മികച്ച കൺട്രോളിങ് ആണ് കേട്ടോ. നമ്മൾ ആ വഴി പോകേണ്ട വണ്ടിയാ, എന്നിട്ട് അതിലെ ആദ്യം കയറ്റി വിട്ട് കൊള്ളാം. കുറെ ആൾക്കാർ ഇവിടെ നിന്ന് ആ പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് കുളിക്കുന്നത് കണ്ടോ. UP അല്ലേ, UP. ഇതിനപ്പുറം കണ്ടില്ലേ ഉള്ളൂ. നമ്മുടെ വണ്ടി കണ്ട് പുറപ്പെടുകയാണ്. സിഗ്നലൊക്കെ വീണു. നമ്മളൊക്കെ ആ സച്ച്ഖണ്ഡിന്റെ ബാക്കിലായിരിക്കും അങ്ങ് ഡൽഹി വരെ പോകുന്നത്. സച്ച്ഖണ്ഡ് എക്സ്പ്രസ് നിസാമുദ്ദീൻ എത്തുന്ന സമയം 12:35, നമ്മൾ 12:30. ഇനി വഴിയെ വെച്ച് ഓട്ടോയ്ക്ക് കൊടുക്കാമെന്ന് അറിയത്തില്ല. നമ്മളാണ്ട് ഇപ്പോൾ വിട്ടു. നമ്മൾ സ്ഥിരം കാണുന്ന ഈ ഓരോ പരിപാടി, ഈ ഷൊർണൂർ എത്തുമ്പോൾ ഇതേപോലെ ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ പാരലി വന്നെങ്കിൽ ആ ട്രെയിൻ സിഗ്നൽ കൊടുത്താൽ അത് വിടും.
എപ്പോഴും കാണുന്ന പരിപാടി ഇത്. വേറെ രസം എന്നറിയോ, നമ്മുടെ തൊട്ട് ബാക്കിൽ നമ്മുടെ 2 വണ്ടിയുണ്ട്. ഒന്ന് നമ്മുടെ നിസാമുദ്ദീൻ പോകുന്ന മംഗളയും പിന്നെ കേരള, ഡൽഹി പോകുന്ന കേരളയും. ഇത് 2 തൊട്ട് ബാക്കിലുണ്ട്. നിസാമുദ്ദീൻ പോകുന്ന മംഗളം 1:30 നിസാമുദ്ദീനെത്തും. അതിൻ്റെ തൊട്ട് ബാക്കിൽ കേരളയുണ്ട്. നമ്മുടെ രാജധാനി ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ബിഫോർ ടൈമാണ്. മിക്കവാറും ഒരു 12:15 നമ്മളിവിടെ നിസാമുദ്ദീനിലെത്തും. എന്തായാലും കൊള്ളാം. ഇത്രയും നേരം കുറച്ച് ലേറ്റായിരുന്നു. ഇപ്പം ഓൺ ടൈം ട്രാക്കിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ആ സച്ച്ഖണ്ഡ് എക്സ്പ്രസ് ഉണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ ഓവർടേക്ക് അടിച്ചിട്ടില്ല ഇവരായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ പിടിച്ചിട്ടേക്കും കേട്ടോ നമ്മുടെ വണ്ടി. രാജധാനി ഇപ്പോൾ ഫരീദാബാദ് എത്താറായിട്ടുണ്ട്. ഇപ്പോഴും നല്ല സ്പീഡാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 11:54. ഉടൻ തന്നെ എത്തുമായിരിക്കും മിക്കവാറും. എങ്ങും പിടിച്ചിട്ടില്ല, ഉടനെ തന്നെ എത്തും. നിങ്ങളിപ്പോൾ കണ്ടത് മഹാരാജാസ് എക്സ്പ്രസ് ആണ്. ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. എനിക്കൊന്ന് മുംബൈ ഭാഗത്തേക്ക് പോകുന്നതാന്ന് തോന്നുന്നു. ഇന്ത്യയിലെ ലക്ഷറി ട്രെയിൻസിലെ എനിക്കൊന്ന് നമ്പർ 1 ആണെന്ന് തോന്നുന്നു ഈ വണ്ടി. ഭയങ്കര ലക്ഷറി ആണ്. നമ്മളെ മഹാരാജാസ് കണ്ടു, ഗോൾഡൻ ചാരിയറ്റ് കണ്ടു. ഇത് അടിപൊളി വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ ലോക്കോ പോലെ എടുക്കാൻ പറ്റില്ല. ലോക്കോ അടിപൊളി ലോക്കോ ആയിരുന്നു. ഏതോ സ്പെഷ്യൽ ലിവറി ഒക്കെ അടിച്ച ലോക്കോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം യാത്ര ഇവിടെ ഏകദേശം എൻഡ് ചെയ്യാൻ പോവാണ്. തിരുവനന്തപുരം ടു നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. നമ്മൾ വേറെ മിനി ഒരു 10-15 മിനിറ്റ് ഉണ്ട് നമ്മുടെ നിസാമുദ്ദീൻ. ഇപ്പോൾ ഓക്ലാൻഡ് സ്റ്റേഷൻ്റെ ഔട്ടറെ കൊണ്ട് ഇങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുക. സിഗ്നൽ ഇട്ടെന്ന് അറിയാൻ വേണ്ടി ലോക്കോപ്പെട്ട് ഇങ്ങനെ പയ്യെ കൊണ്ടുപോവുക. റെഡാന്ന് തോന്നുന്നു സിഗ്നൽ. അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന രാജധാനിയിൽ നമ്മൾ നിസാമുദ്ദീൻ എത്തിക്കൊണ്ടിരിക്കുക. ഫിറോസ്പൂർന്ന് സിയോണി എന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ഇപ്പോൾ പോയത്. സിയോണി അതെവിടെ നിന്ന് എനിക്കറിയത്തില്ല. ഫിറോസ്പൂർ നമ്മളിപ്പോൾ പോകുന്നുണ്ട്. അവിടെ നിന്ന് സിയോണിക്ക് പോകുന്നൊരു വണ്ടിയാണത്. അതിൻ്റെ പേര് പട്ടൽകോട്ട് എക്സ്പ്രസ് എന്നാണ് കേട്ടോ. നമ്മളങ്ങനെ നിസാമുദ്ദീനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തേണ്ട സമയം ഏകദേശമായി 12:29 കേട്ടോ. ജസ്റ്റ് മിസ്. ഒരു 2-3-4 മിനിറ്റ് എന്താ ഡിലേ ആയി, എത്ര ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് എനിക്കറിയത്തില്ല, അവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ കറക്റ്റ് 1 മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ് ലേറ്റ് നമ്മൾ എത്തി കേട്ടോ. പൊളി അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി നമ്മൾ നിസാമുദ്ദീൻ വന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. നേരത്തെ എത്തിയുമില്ല, ഒത്തിരി താമസിച്ചുമില്ല, കറക്റ്റ് ടൈമിന് എത്തിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടം വരെ എത്തിച്ച ലോക്കോ ഹാറ്റ്സ് ഓഫ് കേട്ടോ. കാണാൻ ലുക്കില്ലേലും വർക്ക് ഭയങ്കരമാണ്. അങ്ങനെ ബൈ തിരുവനന്തപുരം രാജധാനി. ഇനി ഞാൻ അതിൻ്റെ ഫസ്റ്റ് കേസിൽ N2 നടത്തും. അത് നമ്മുടെ കൂടെ ഒരാൾ വന്നിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് നടക്കൂല. ഒറ്റയ്ക്ക് 2 ആൾ വേണം ഫസ്റ്റ് എ സിയിൽ യാത്രയാണെങ്കിൽ. ഒരാൾ മാത്രമാണ് ബോറടിക്കും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എ സിയിൽ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് എപ്പോഴെങ്കിലൊക്കെ അവസരം വരുമ്പോൾ ചെയ്യണം. നല്ല പൈസ ഇടുന്നത്. അപ്പോൾ നമുക്കിനി പുറത്ത് പോകാം. ന്യൂഡൽഹി സ്റ്റേഷനിലാണ് അന്ന് മറ്റേ ഉന്തും തള്ളമൊക്കെ നടന്ന കുറേ ആൾക്കാരൊക്കെ മരിച്ചു പോയില്ല. അത് ന്യൂഡൽഹി സ്റ്റേഷനിൽ, ഇവിടെ അല്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നത് സാകേത് മെട്രോ സ്റ്റേഷൻ അടുത്താണ്. അതായത് നമ്മുടെ കുത്തബ് ഒക്കെ അടുത്തായിട്ട് വരും. അവിടെയാണ് ഞാൻ റൂം എടുത്തത്. അപ്പോൾ ഇവിടുന്ന് മെട്രോ എടുത്ത് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിസാമുദ്ദീൻ സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ കുംഭമേള ഏകദേശം കഴിഞ്ഞല്ലോ. കുംഭമേളയുടെ തിരക്ക് നിസാമുദ്ദീനിൽ വരത്തില്ല. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ട്രെയിനുകളെല്ലാം ന്യൂഡൽഹിയിൽ നിന്ന് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഈ സരൈ കലേഖാൻ എന്നൊരു മെട്രോ സ്റ്റേഷനുണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ട് വേണം നമുക്ക് ഈ സാകേത് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 ലൈൻ മാറി കയറണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന തിരക്കാണ് കാണുന്നുണ്ട്. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന വഴിയാണ്, ചെറിയൊരു വഴിയാണ്. ഇത് ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ ഏറ്റവും ബാക്കിലത്തെ എൻട്രൻസ് ആണ്, മെയിൻ എൻട്രൻസ് അല്ല.
അപ്പോൾ ബാക്കിലത്തെ എൻട്രൻസിന് അവിടെയാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ദില്ലി മെട്രോയിൽ യാത്രയാണെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് നല്ല ടൈം എടുക്കും, കാരണം കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ഇവർ ശരിക്കും നോക്കിയിട്ടൊക്കെ നമ്മളെ വിടത്തുള്ളൂ. നമുക്ക് പോകേണ്ട മെട്രോ വന്നു കേട്ടോ. ഇതിൽ കയറാൻ എന്തോ ആളാന്ന് എനിക്ക് കഷ്ടിച്ച് വേണം ഇരിക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം അരമണിക്കൂറുണ്ട്. 2 ലൈനും കൂടെ മാറി കയറുവാണെങ്കിൽ മൊത്തത്തിൽ അരമണിക്കൂറുണ്ട്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. ഇവിടെ സാകേത് മെട്രോ സ്റ്റേഷൻ നമ്മൾ മെട്രോ ഇറങ്ങി ഒരു 400 മീറ്റർ അടക്കുമ്പോഴാണ്ട് ഈ ഒരു കെട്ടിടത്തിലാണ്. ഹൈഡിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോസ്റ്റൽ സെറ്റപ്പാണ്, പക്ഷേ ഇവിടെ മുറിയുണ്ട്. ഇത് കൊള്ളാമല്ലോ സംഭവം, പഴയ എന്തോ കെട്ടിടം തോന്നുന്നു കേട്ടോ. ഒക്കെ ഇനി മുറി പോയി നോക്കാം എങ്ങനത്തെയാന്ന്. നമ്മുടെ റൂം കാണിച്ചു തരാം. ഇതൊരു പക്ക ഒരു അപ്പാർട്ട്മെൻറ്റിനകത്തുള്ളൊരു മുറിയാണ്, ചെറിയ മുറിയാണ്, നല്ല മുറിയാണ്. ഇതിൻ്റെ വാഷ്റൂം നോക്കട്ടെ, ഇതാണ് എൻ്റെ വാഷ്റൂം. കണ്ടോ, കൊള്ളാം. അത്യാവശ്യം നല്ല, അയ്യോ ഭയങ്കര ശബ്ദം, അത്യാവശ്യം നല്ലൊരു മുറിയാണ്. ഇവിടെ എനിക്ക് സ്റ്റേക്ക് ആയത് 1987 രൂപയാണ് കേട്ടോ. അത്യാവശ്യം കൊള്ളാവുന്ന സ്റ്റേയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ രാജധാനി എക്സ്പ്രസിൻ്റെ 2 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത യാത്രയാണ്. പക്ഷേ രാജധാനിയുടെ പണ്ടത്തെ അത്രയും സർവീസ് ഒന്നുമില്ല, ഫുഡൊക്കെ ഭയങ്കര മോശമാണ്. പണ്ടത്തെ അത്രയൊന്നുമില്ല, ആകെ പെട്ടെന്ന് എത്തും എന്നുള്ളൊരു മാത്രമുള്ളൊരു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല എസ്പെഷ്യലി. അപ്പോൾ നാളെ നമ്മൾ പട്ടാൻകോട്ട് പോവാണ്, പഞ്ചാബാണ് പട്ടാൻകോട്ട്. അവിടെ പോയിട്ട് നമ്മൾ കംഗ്രാവാലി റെയിൽവേയിൽ പോകും. അതൊരു ടോയ് ട്രെയിനാണ്, ഇവിടുത്തെ ഹിമാചൽ പ്രദേശിലേക്ക് ഓപ്പറേറ്റ് ചെയ്തൊരു ടോയ് ട്രെയിനാണ്. അപ്പോൾ നമ്മൾ നാളെ പഞ്ചാബിലെ പട്ടാൻകോട്ട് പോകുന്ന വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ പഞ്ചാബ് ആൻഡ് റെയിൽസിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം പട്ടാൻകോട്ടിലേക്കുള്ള യാത്ര വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.